പ്രസിഡന്റ് ദിലീപേട്ടൻ CNG മുട്ടിയെല്ലാം ഇട്ടിരിക്കണത് കണ്ടാ, സ്പേസ് ഉണ്ട്. പോയി പിക്ക് ചെയ്യാം നമുക്ക്. എവിടെയാണെന്നാവും. കിലോമീറ്റർ ഒക്കെ ഓടിയേക്കണ വണ്ടിയാണ്, ലീസിനാണ് എടുത്തേക്കണത്. ഇതാണ് വണ്ടി, കാണിച്ചു തരാട്ടാ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് സമയം 8:44 ഇന്ന് നമുക്ക് മാക്സിമം ഒരു 12 മണിക്കൂർ ഓടാൻ വേണ്ടിയാണ് ഇറങ്ങിയേക്കണത്. ഞാൻ ഒരാഴ്ചയായിട്ട് ഓടിയിട്ടില്ല. ഓണത്തിൻ്റെ തിരക്കും ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ റിസോർട്ടിൽ. സോ അതിൻ്റെ പുറകിലായിരുന്നു. അപ്പോൾ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഓണം കഴിഞ്ഞ് ഇന്ന് ചൊവ്വാഴ്ച ഉണ്ടാ, തിങ്കളാഴ്ചത്തെ ഹാങ് ഓവറും കഴിഞ്ഞ് ഇതേ ചൊവ്വാഴ്ച നമ്മൾ ഇറങ്ങിയേക്കണേണ്ട പരിപാടിക്ക്. വീഡിയോ ഷൂട്ട് ചെയ്യണത് 17/9/2024. CNG തീർന്നിരിക്കണേണ്ട. CNG ഒക്കെ കാലിയായിട്ടിരിക്കണേ. CNG അടിക്കണം. തോപ്പുംപടിയിൽ 2-3 ദിവസമായിട്ട് CNG ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് എവിടെ നിന്നൊക്കെ അടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. പെട്രോളും കാലിയായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ തോപ്പുംപടി പമ്പിലോട്ട് പോകാം. അപ്പോൾ മച്ചാമാരെ, ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ഞാൻ 12 മണിക്കൂർ ഓടാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ 8:45 രാത്രി 8:45 വരെ ഉണ്ടാവും ഓടാനുള്ള പരിപാടി. എന്തായാലും ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളെല്ലാം ചേർത്തിണക്കി എഡിറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ സെറ്റ് ചെയ്യാനിടാം. അപ്പോൾ എന്തായാലും നമുക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാടാ. അപ്പോൾ മച്ചാമാരെ, കൊച്ചി റൈഡറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചാമാർക്കും നന്ദിയുണ്ട് ഇടാ. ഗൈസ്, തോപ്പുംപടിയിൽ CNG അവൈലബിൾ ആണ്ടാ, സെറ്റായി. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണോണ്ട അച്ഛൻ നോക്കണ്ട്. പലയിടത്ത് വെച്ചും നമ്മുടെ വണ്ടിയും ഒക്കെ ഐഡൻറ്റിഫൈ ഉണ്ട് കേട്ടാ കുറേ പേര്. ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കാത്തത് വേറെ ഒന്നുമല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ചെറിയ സ്റ്റിക്കറൊക്കെ അടിച്ച് സെറ്റ് ചെയ്യാടാ. CNG അടിക്കാൻ പോസ്റ്റ് ഇല്ല ഭാഗ്യത്തിന്, അല്ലെങ്കിൽ എപ്പോഴും പോസ്റ്റ് ഉണ്ടാണ്. പ്രസിഡന്റ് ആണ്ടാ ദിലീപേട്ടൻ, KL43 പ്രസിഡന്റ് കണ്ടുകുട്ടി CNG പമ്പ് വെച്ച്. ഹലോ ഹലോ, സാറേ ഞാനിവിടെ ഉണ്ട്, വീടിന്റെ ഫ്രണ്ടിലുണ്ട്. ഓക്കെ ഓക്കെ. CNG അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നിട്ടാ. ഞാൻ നേരെ മട്ടാഞ്ചേരിയിൽ വന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ ശരിക്കും ഊബറും ഓലയൊക്കെ യാത്രയൊക്കെ നമ്മൾ ഓണാക്കാറ് പതിവായിട്ട്. നമ്മൾ പകുതി തോപ്പുംപടി പാലം കയറിയപ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്ന്, ഫെബിൻ എവിടെയുണ്ട് എന്ന് പറയാം. നമ്മുടെ പഴയ കസ്റ്റമർ ഉണ്ടാ, അതായത് വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് 3 മാസമായിട്ടുള്ളൂ. ഈ 3 മാസത്തിൽ പരിചയപ്പെട്ട ഒരു കസ്റ്റമറാണ്. അപ്പോൾ പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റ് സമയത്ത് തോപ്പുംപടിയിലുള്ളതുകൊണ്ട് ഞാൻ വന്നിട്ട്, ഞാൻ ഇപ്പോൾ ചുള്ളിക്കപ്പള്ളിയുടെ അവിടെ എന്താ നിൽക്കണത്, കണ്ട ചുള്ളിക്കപ്പള്ളിയാണ് കാണുന്നത്. സോ നമ്മൾ ഇനി പുള്ളിനെ ഹോസ്പിറ്റൽ കേസാണത്. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മുടെ ഊബർ ഫെയർ ആണ് ഞാൻ മേടിക്കണം പുള്ളീൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ പുള്ളി എത്ര രൂപ തരും എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കോട്ടെ. എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് സാറിൻ്റെ ഉണ്ടാ, പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. എന്തായാലും സാർ ഇപ്പോൾ വരും കേട്ടോ. ഇപ്പോൾ സമയം 9:15. ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടിയേക്കണം 9:15. ഈ ട്രിപ്പിന് കംപ്ലീറ്റ് ചെയ്ത് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ഇനി അടുത്ത ട്രിപ്പൊക്കെ വരാൻ വേണ്ടി കിടക്കണേട്ടാ. അപ്പോൾ സോ ഞാനിപ്പോൾ ഊബറും എല്ലാ സംഭവങ്ങളെല്ലാം ഇനി നമുക്ക് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയിട്ട് ഓണാക്കാടാ. എന്തായാലും ഞാൻ ഇനി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഞാൻ കുറച്ച് നീക്കിയിട്ട വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലമില്ലാണ്. നമുക്ക് 260 റുപ്പീസാണ് ഫസ്റ്റ് കിട്ടിയേക്കണത്. ഞാനിപ്പോൾ അതേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്, എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്ടാ. സോ നമുക്കിനി പരിപാടികൾ തുടങ്ങാട്ടാ. നമ്മുടെ ഓൺലൈൻ സൈറ്റുകളെല്ലാം നമുക്ക് ഓണാക്കാം, ബാക്കി നമുക്ക് നോക്കാട്ടാ. അതേ വണ്ടി വന്നിട്ട് മാറ്റി കൊടുക്കട്ടെ. ഗൈസ്, നമ്മുടെ ഊബറെല്ലാം ഓൺലൈൻ ആക്കാവണേ. ഓൺലൈൻ ആണല്ലോ. റെക്യൂർഡ് ആക്ഷൻ ഗോ ഓൺലൈൻ വെൻ റിസോൾവ്ഡ് ടു കൺഫേം. ഫോട്ടോ എടുക്കാൻ പറയണ്ട ഗൈസ്. നമ്മൾ ഫോട്ടോ ഇടയ്ക്ക് ഇതിൽ ചോദിക്കുന്നത് നമ്മൾ തന്നെയാണ് ഓടിക്കണമെന്ന് അറിയാൻ വേണ്ടി ആയിരിക്കോട്ടെ. സോ ഞാനിപ്പോൾ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഊബറിന് പൈസ കൊടുക്കാനുണ്ടെന്ന് തോന്നണ്ട ഗൈസ്. 97 രൂപ കൊടുക്കാനുണ്ട് കേട്ടോ. സെറ്റ്, അത് നമുക്ക് തരാട്ടാ, പിന്നെ തരാട്ടാ. യാത്രയും ഓണാക്കിയിട്ടുണ്ട് കേട്ടോ, ഒലയും കൂടി ഓണാക്കിയിട്ടേക്കാം. അപ്പം 3 ആപ്പും നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. ആരൊക്കെയാണ് ഓട്ടം തന്നെ നമുക്ക് നോക്കാട്ടോ. പിന്നെ ഗൈസ്, ഞാനൊരു സാധനം ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ ആമസോണിൽ നിന്ന്, കാണിച്ചു തരാം. നമ്മുടെ ഇതിൽ സ്പേസ് ഉണ്ടായിരുന്നില്ലല്ലോ, മനസ്സിലായോ? നമുക്ക് എന്തെങ്കിലും വല്ല ലഗേജൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല. സോ ഇങ്ങനെ ഒരു ബോർഡ് ആമസോണിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടാ. ഞാനത് മേടിച്ച് ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. സെറ്റ് പക്ഷേ സംഭവം കൊള്ളാട്ടാ, അത്യാവശ്യം ലഗേജൊക്കെ ഇരുന്നോളും. പിന്നെ CNG മുട്ടിയെല്ലാം ഇട്ടിരിക്കണത് കണ്ടാ, സ്പേസ് ഉണ്ട്, സേഫാണ്. പിന്നെ CNGയുടെ കണ്ടാ ഈ സംഭവങ്ങളൊക്കെ പോകണേനും ഒന്നിനും ടച്ചല്ല, എല്ലാം കൊണ്ടും സേഫായിട്ടുള്ളൊരു സാധനം തന്നെ നമുക്ക് കിട്ടിയിട്ടാ ആമസോണിൽ. ഓക്കെ, വാഗനർ വണ്ടി ഓടിക്കണവർ വേണമെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് തപ്പിപ്പിടിച്ചിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാട്ടാ. നല്ല സാധനമാണ്, മെറ്റീരിയൽ കുഴപ്പമില്ല. പക്ഷെ വെള്ളം വീണാൽ പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അത്യാവശ്യം ലഗേജൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സംഭവം ഉണ്ടോ. സംഭവം സെറ്റാണ്. ഉണ്ടോ, ഇത്ര സ്പേസ് ഉണ്ട് ഇപ്പോൾ.
അല്ലെങ്കിൽ ലഗേജൊക്കെ നമ്മുടെ സീറ്റിൽ വെച്ച് എല്ലാവരും വലിച്ച് കീറിക്കളയും. പിന്നെ കസ്റ്റമർ സീറ്റിലോട്ടൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞ് സീറ്റൊക്കെ കീറിപ്പോവാതിരിക്കണതിനെക്കാട്ടും നല്ലത് ഇതേപോലത്തെ ഒരു സാധനം മേടിച്ച് ഓർഡർ ചെയ്യണേ. 1600 രൂപയുടെ എന്തായാലും കൊള്ളാം. പിന്നെ ഇന്ന് റോട്ടിലൊക്കെ തിരക്കില്ലാത്ത ദിവസമൊന്നും ഉണ്ടോ, ആരുമില്ല. ചൊവ്വാഴ്ച ദിവസമാണ് പൊതുവേ ഓട്ടം ഇല്ലാത്ത ദിവസമാണ് ശരിക്കും. എന്തായാലും റോട്ടിലൊന്നും ആരുമില്ല കേട്ടോ, ഒരു തിരക്കൂല ഒന്നുമില്ല. എല്ലാവരും ഓണത്തിൻ്റെ ക്ഷീണം അനുസരിച്ച് വീട്ടിലേക്ക് കിടന്ന് ഉറങ്ങണേന്നാണ്. നമുക്കേ പെട്രോൾ തീർന്നിരിക്കണം. പെട്രോൾ ഒരു 100 രൂപ വെച്ച് അടിച്ചടിച്ച് ഇട്ടേക്കാം, അല്ലെങ്കിൽ പെട്രോൾ ഒറ്റയടിക്ക് നല്ലൊരു തുക പൊട്ടും. അപ്പോൾ നമുക്ക് 100-110 രൂപക്കൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും അടിച്ചിട്ടേക്കാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നണം. ഗൈസ്, ആദ്യത്തെ ട്രിപ്പ് വന്ന് അതേപോലെ തന്നെ ക്യാൻസൽ ആക്കിയിട്ടാ. 9 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് അടി വന്നത്. ഗൈസ്, 9 കിലോമീറ്റർ അപ്പുറത്തുനിന്നല്ലടാ, 9 മിനിറ്റ് അപ്പുറത്തുനിന്നാണ്ടാ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പാർക്കിങ് ഫൈൻ കിട്ടിയത് അവിടെ നിന്നാണ്ടാ. അവിടെ ഇട്ടപ്പോഴാണ്. പക്ഷെ നോ പാർക്കിംഗ് ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടാ പുതിയതായിട്ട്. സോ റോഡിലൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഫൈൻ വരും. എന്തായാലും ഇന്ന് പോസ്റ്റ് ഡേ ആകാനാ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ചൊവ്വാഴ്ച ദിവസമാണെന്നുള്ള കാര്യം വിട്ടിരിക്കണമായിരുന്നു. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞാൻ ശരിക്കും ഓടാൻ ഇറങ്ങാറില്ല. എന്തായാലും നമുക്ക് നോക്കാം, അല്ലാതെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഗൈസ്, ബാക്കിൽ ഒരു വണ്ടി വന്നിട്ടാ. വണ്ടി കുറവാണ് ഇന്നത്തെ ദിവസം. എനിക്ക് തോന്നണം എല്ലാവരും നാട്ടിൽ പോയേക്കണേന്ന് തോന്നും. പക്ഷേ ഓട്ടവും കുറവാണ്. അടിയൊന്നും വന്നിട്ടില്ല. ആദ്യത്തെ ഒരു റൈഡർ ക്യാൻസൽഡ് ആയി പോയത് മാത്രമേ ഉള്ളൂ. കാരണം അത് എത്ര മിനിറ്റ് 9 മിനിറ്റ് അപ്പുറത്തായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. എന്തായാലും വെയിറ്റോട് വെയിറ്റ്, പോസ്റ്റോട് പോസ്റ്റാണ് സെറ്റ്. ഗൈസ്, 10:50 ഒരു അടി പോലും ഇല്ല കേട്ടോ. ആ പുറകിലെ വണ്ടി അവിടെ തന്നെ നടക്കുന്നുണ്ട്, ഫ്രണ്ടിലും വണ്ടികളുണ്ട് കേട്ടോ. അയ്യോ, എന്തായാലും ഇന്നത്തെ ദിവസം പോസ്റ്റ് ഡേ ആണെന്ന് മനസ്സിലായി. ഞാനിപ്പോൾ ഇവിടെ നിന്ന് നൈസായിട്ട് ചലിക്കണാണ് ഗൈസ്, അല്ലെങ്കിൽ രക്ഷയില്ല. ശോകം അവസ്ഥയാണല്ലോ ഗൈസ്. ഇപ്പോൾ 11 മണിയായിട്ടാ, ഒരു ട്രിപ്പ് പോലും വന്നിട്ടില്ല. ഒന്നിലും വന്നിട്ടില്ല കേട്ടോ. റോഡ് തന്നെ ശോകം അടിച്ച് കിടക്കണേ. പക്ഷേ ഗൈസ്, അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ മെയിൻ സ്പോട്ടായ പനമ്പള്ളി നഗറിലെത്തിയിട്ടാ. ഇനി ഇവിടെ കിടക്കാം കുറച്ച് നേരം. മറ്റേ സ്ഥലത്ത് 1 മണിക്കൂറിന് മേളിൽ ഞാൻ നിന്നിട്ടോ. ഇവിടെയും 1 മണിക്കൂർ നിൽക്കാം. പെട്ടു പോകാനാ ചാൻസ് എന്നാ തോന്നണം ഇന്നത്തെ ദിവസം. ഗൈസ്, ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടാ. ലൊക്കേഷൻ നോക്കട്ടെ. പൂത്തോട്ടയിലേക്കാണ് അടിച്ചേക്കണേട്ടാ. 474 രൂപ കാണിച്ചായിരുന്നു. നമുക്ക് നോക്കാട്ടോ. ഞാൻ ആ കസ്റ്റമറെ ഡ്രോപ്പ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് വേറൊരു അടി വന്നിട്ടാണ്. ഞാനിപ്പോൾ പൂത്തോട്ടയിലാണ് നിൽക്കുന്നത്. ഒലയിലൊരു അടി വന്നിട്ടാ. മറ്റേത് 605 രൂപ കിട്ടിയിട്ടാ. ബാക്കി കഥ ഞാൻ ഈ കസ്റ്റമറേയും കൂടി എടുത്തിട്ട് എടപ്പള്ളിയിലേക്ക് വന്നേക്കണം. അപ്പം നമുക്ക് തിരിച്ചപ്പം തന്നെ അടി കിട്ടിയേക്കണേ. ഇതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് കഥ പറഞ്ഞുതരാട്ടാ. ഗൈസ്, ഈ വഴിയിലോട്ട് കയറാനാണ്ടാ പറയണത്. ചെറിയ വഴിയാണ്, വളക്കാൻ പറ്റുമെന്നാണ് പറയണേട്ടാ. നമുക്ക് ജസ്റ്റ് പോയി നോക്കാം എന്തായാലും. ഗൈസ്, ആ കസ്റ്റമർ ഇറക്കിയപ്പോൾ തന്നെ അടുത്ത അടി വന്നിട്ടാ. ഊബറിലാണ് അടുത്ത അടി വന്നേക്കണേട്ടാ. ഇതിൽ നിന്ന് എനിക്ക് 575 രൂപ കിട്ടിയിട്ടാ. കമ്മീഷനും കൂടി കഴിഞ്ഞ് എത്ര രൂപ കിട്ടിയെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാട്ടാ. നമുക്ക് ഈ കസ്റ്റമറേയും കൂടി ഒന്ന് പിക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ കസ്റ്റമർ പോസ്റ്റ് ആവും. ഗൈസ്, ഈ കസ്റ്റമറിനെ ഞാൻ ഇറക്കിയായിരുന്നു കേട്ടാ. 355 രൂപ കിട്ടിയിട്ടാ എനിക്ക് ലുലു മാളിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടം വരെ. നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. ആ കസ്റ്റമർ എൻ്റെ കയ്യിൽ നിന്ന് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടാ. കാരണം ഒരു റെന്റൽ ട്രിപ്പ് ഉണ്ട്, 2 ദിവസത്തിനുള്ളിൽ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കസ്റ്റമറേയും കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ ഒരു കസ്റ്റമറിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോണേണ്ട. നമ്മ പനമ്പള്ളി നഗറിൽ നിന്ന് ഓട്ടം തുടങ്ങിയിട്ട് ഇത് ഇത്ര നേരമായിട്ടും നമ്മ ഓട്ടം അവസാനിച്ചിട്ടില്ല കേട്ടോ. കറക്റ്റ് 2 മണിയായി. ഇതുവരെ ട്രിപ്പ് അവസാനിച്ചിട്ടില്ല. ഇന്ന് നല്ലൊരു ദിവസം വരുന്നു. ആദ്യത്തെ 1 മണിക്കൂർ പോസ്റ്റ് കിട്ടിയെങ്കിലും നമുക്ക് നല്ലൊരു ദിവസം വരുന്നുണ്ടാ. ഞാനിപ്പോൾ ഈ കസ്റ്റമർ എന്തായാലും പിക്ക് ചെയ്തിട്ട് ബാക്കി കഥ പറയാടാ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വൈറ്റിലേക്കാണ് ഈ ഓട്ടം വന്നേക്കണത്. 155 രൂപ കാണിച്ചേക്കണത്. വിട്ട് കളയേണ്ട ഗൈസ്, നമുക്ക് എടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ഈ പൈസക്ക് ഫുഡ് അടിക്കാം. ഗൈസ്, ഞാൻ ആളെ പിക്ക് ചെയ്തേട്ടാ. ഗൈസ്, ഇപ്പോൾ ടോട്ടലി 5 കസ്റ്റമർ കയറിയിട്ടാ. അതായത് ഊബർ നമുക്ക് 3 ട്രിപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ ഒല നമുക്ക് 1 ട്രിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പേഴ്സണൽ ഓട്ടം. 11 മണിക്ക് തുടങ്ങിയ ഓട്ടം ഉണ്ടാ. നമ്മൾ എവിടെയും നിർത്തിയിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ കുറച്ച് നേരം ഒന്ന് നിർത്തിയേക്കണത്. ഇത്ര നേരം ഫുഡ് കഴിച്ചിട്ടില്ല. 2:30 മണിയായി. ഇനി നമുക്ക് എവിടെയെങ്കിലും പോയി ഫുഡ് അടിക്കാട്ടാ. നമ്മുടെ ഭാഗത്തോട്ട് വല്ല ഓട്ടം കിട്ടിയിരുന്നെങ്കിൽ വീട്ടിൽ കയറി ഫുഡ് അടിക്കായിരുന്നു. പക്ഷേ ഓട്ടം കിട്ടിയില്ല ഗൈസ്. ടോട്ടലി 5 ട്രിപ്പാണ്ടത് അപ്പോൾ നമുക്കിന്ന് കിട്ടിയേക്കണത്. ഊബറിൽ 3 എണ്ണം, ഇതിൽ 1 എണ്ണം,
പിന്നെ ഒരു പേഴ്സണൽ ഓട്ടോ. വണ്ടിയുടെ CNG 78 കിലോമീറ്റർ ഓടിയിട്ടാ നമ്മ CNG അടിച്ചതിന് ശേഷം 78 കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് കിട്ടിയേക്കണ എമൗണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. 1450 രൂപയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്ര നേരം കൊണ്ട്. അതായത് ചറപറ ഓട്ടോ വരുന്നു. 78 കിലോമീറ്റർ CNG 4 ഘട്ട ബാക്കിയുള്ളൂ കേട്ടോ. 78 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഒട്ടും മൈലേജ് കിട്ടണില്ല. എന്താ സംഭവം എന്നറിയില്ല. ഗ്യാസിന് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നണം. എല്ലാവരുടെയും വണ്ടിയിൽ ഇത് അവസ്ഥയെന്ന് പറയണ കേൾക്കുമ്പോഴാണ് ഒരു സമാധാനം. ഇത് നേരത്തെ 190 കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാണ്. ഇപ്പം ആകെ 130 140 കിട്ടണത്. എന്താ സംഭവിക്കണേന്നറിയില്ല. എന്തായാലും ഇപ്പം 4 ഘട്ട CNG കൂടി ഉണ്ട്. ഇന്നെന്തായാലും CNG അടിക്കാനുള്ള. നാളത്തേക്ക് നമ്മൾ CNG അടിക്കുള്ളൂ. സോ ഇനി നമുക്ക് സമയം കിടക്കണേണ്. 10,000 രൂപ കൂടി എടുക്കണം. ഗൈസ് നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി നൈസ് ഫുഡ് അടിക്കാടാ. ഫുഡ് അടിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. ഗൈസ് നമ്മുടെ പനമ്പള്ളി നഗറിൽ ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. ആ ഹോട്ടലിൽ പോയി ഫുഡ് അടിക്കാം. ഹോട്ടലല്ല, ചെറിയൊരു ഫാസ്റ്റ് ഫുഡ് പോലെ ഒരു സെറ്റപ്പ്. ഗൈസ് ഇപ്പം സമയം 3 മണിയായിട്ടാ. ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാ. ഗൈസ് വീടിൻ്റെ അങ്ങോട്ടേക്ക് ഒരു അടി വന്നിട്ടാ. അതെന്തായാലും കലക്കി. ചുള്ളിക്കലേക്കാണ്. പോയി പിക്ക് ചെയ്യാം നമുക്ക്. എവിടെയാണെന്നാവും. ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടാ. ഇപ്പം നമുക്ക് മൊത്തം 1043 രൂപ. 4 മണിയായിട്ടാ. ചെറിയൊരു വഴിയിലായിരുന്നിട്ടാ ഈ കസ്റ്റമർ കയറിയപ്പോൾ കൊണ്ട് നിർത്തിയത്. പ്രായമായിട്ടുള്ള ഒരു അമ്മൂമ്മയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ബാക്ക് അടിച്ച് പോരാലാന്ന് വിചാരിച്ച് ലാസ്റ്റ് ചെറിയൊരു ഗ്യാപ്പ് അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനായിട്ട് ഒടിച്ചൊടിച്ച് ഇതേ തിരിച്ചത് ഇങ്ങോട്ട് പോകണം കേട്ടോ. കഴിച്ചപ്പോൾ 4 മണിയായി. ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. ഓക്കെ ഗൈസ് ഒരു ട്രിപ്പും കൂടെ അടിച്ചിട്ടാ. ചുള്ളിക്കൽ നിന്ന് മരടിലേക്കാണ്ടാ. ഞാൻ വീട്ടിലോട്ട് കയറിയില്ല. നമുക്ക് ഈ ട്രിപ്പും കൂടെ എടുക്കാം. എന്നിട്ട് നമുക്ക് പരിപാടി നോക്കാം. 1244 രൂപ കേട്ടോ ഊബർ ലോഡി എടുത്തേക്കണത്. ഒലയിൽ ഒരു ട്രിപ്പ് അടിച്ച് അത് 440 സംതിങ് ആണ്. പിന്നെ ഒരു പേഴ്സണൽ ഓട്ടോ 250. അപ്പോൾ 4.5 മണിക്കുള്ളിൽ നമ്മൾ ഇത്ര അടിച്ചെടുത്തിട്ടുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഓട്ടം കുറവായിരിക്കും. ഇപ്പം ഞാൻ 9 മണിക്ക് ഇറങ്ങിയിട്ട് 4 മണി വരെ ഊബറിൽ മാത്രം 1244 രൂപ ഒപ്പിച്ചിട്ടാണ്. സോ എന്തായാലും ഇന്നൊരു നല്ല ദിവസമായിരുന്നു. ഇനിയിപ്പോൾ ഞാനിപ്പോൾ മരടിലാണ് നിൽക്കുന്നത്. ബാങ്കിലെ സ്റ്റാഫാണ് കയറിയത് കേട്ടോ. സോ അവർ കുറച്ച് കഥകളൊക്കെ ചോദിച്ചു, എൻ്റെ അടുത്തും ചോദിച്ചു. അങ്ങനെ നൈസായിരുന്നു. ഇങ്ങോട്ട് പോന്നു. പക്ഷെ അവർ ഡെസ്റ്റിനേഷൻ ഇട്ടേക്കണത് 1 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു കേട്ടോ. അത് ഞാൻ ചോദിച്ചായിരുന്നു, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയെന്ന് കാണിക്കുന്നുണ്ട്, നിങ്ങൾ ഡെസ്റ്റിനേഷൻ ഇടുമ്പോൾ കറക്റ്റായിട്ട് ഇടണോട്ടാന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇവിടെ മോനെ അമ്പലത്തിൻ്റെ അത് ഞങ്ങൾക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അവരെ കൊണ്ടുവന്ന് ആക്കി കൊടുത്ത്. എനിക്കെന്തായാലും 210 രൂപയാണ് കിട്ടിയേക്കണത്. അതിൽ 140 രൂപ കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. 170 രൂപ കിട്ടി എനിക്ക്. ബാക്കി കമ്മീഷൻ പോയിട്ടാ. അപ്പോൾ അതൊക്കെയായിരുന്നു സംഭവം. സോ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞും ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കൂടുതലൊന്നും കിട്ടൂല കേട്ടോ. കസ്റ്റമർ അപ്പോൾ ഡെസ്റ്റിനേഷൻ ഇട്ടേക്കുന്ന സ്ഥലത്ത് തന്നെ ഇറക്കി വിടണതാണ് നല്ലത്. അപ്പോൾ അല്ലെങ്കിൽ നോക്കിയിടണം ഡെസ്റ്റിനേഷൻ. പിന്നെ ട്രാവൽ ചെയ്യണ കിലോമീറ്റർ നമുക്ക് വെറുതെ പോകണല്ലേ. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് പമ്പ് വരെ ഒന്ന് പോയിട്ട് വരാം. എന്തായാലും ഇപ്പോൾ 3 ഘട്ട CNG ഉണ്ട്. CNG അടിക്കാനുള്ള ഞാനത് തീർത്തിട്ട് നാളെ അടിക്കാന്നുള്ള മൈൻഡാണ്. 104 കിലോമീറ്റർ നമ്മൾ ഓടിയിടണം കേട്ടോ. നമുക്ക് ഈ പമ്പിൽ പോയിട്ട് ഒന്ന് യൂറിനേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അവിടെ പോസ്റ്റ് അടിച്ച് കിടക്കാം. ഇത് പമ്പിൽ കയറിയപ്പോൾ തന്നെ ഒരു അടി വന്നിട്ടാ. തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് ഒരു കസ്റ്റമറെ പിക്ക് ചെയ്യാം കേട്ടോ. നേരെ എടപ്പള്ളിയിലേക്കാണ് കാണിച്ചേക്കണത്. 7 മിനിറ്റ് 3.5 കിലോമീറ്റർ ആണ് പിക്ക് ചെയ്യാൻ വേണ്ടി കാണിക്കണത്. എന്തായാലും പിക്ക് ചെയ്യാം. ഗൈസ് 1523 രൂപയായിട്ട് ഇപ്പം ലക്ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടം വരെ വരാൻ, അതായത് എടപ്പള്ളി വരെ വരാൻ, എടപ്പള്ളി തൃക്കാക്കര റൂട്ടാണ്ടത്, അവിടെ വരെ വരാൻ 310 രൂപ ഉണ്ടാ. ഞാൻ ആ കസ്റ്റമറുടെ നിന്ന് മേടിച്ചത്. നമുക്ക് കിട്ടണത് 201 രൂപ, അതായത് 200 രൂപ. ബാക്കി കമ്മീഷൻ പോയിട്ടാ. ഒരടിയും കൂടി വന്നിട്ടാ. 550 മീറ്റർ അപ്പുറത്തുണ്ട്. നമുക്ക് പോയി പിക്ക് ചെയ്യാട്ടാ. ഇന്ന് നമ്മൾ 10 മണി തൊട്ട് 11 മണി വരെ പോസ്റ്റ് അടിച്ചോളൂ കേട്ടോ. പിന്നെ വെറുതെ ചറപറ ഓട്ടോ വരുന്നിട്ട് ഇന്ന് എന്താ സംഭവിക്കണേന്ന് അറിയില്ല. ഇന്ന് നല്ല ഓട്ടോ വരുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഉള്ളിനൊന്ന് വിളിച്ച് നോക്കട്ടെ, കാരണം ലൊക്കേഷനിൽ ആരുമില്ല. എടുക്കണില്ല കേട്ടാ ഗൈസ്, പുള്ളി എടുക്കണില്ല ഗൈസ്. ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടാ. 5:54. ഇന്ന് ബ്ലോക്ക് ഇല്ലാത്ത ദിവസം വരുന്നുണ്ടാ. അതായത് എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് ഒട്ടും ബ്ലോക്കില്ല. റോഡിലൊന്നും ആരും ഇല്ല കേട്ടോ.
അതുകൊണ്ട് നമ്മൾ പടപടാന്ന് പറഞ്ഞ എല്ലാം ഓടി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ട്രിപ്പ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ CNG വാണിംഗ് വന്നിട്ടാ. പിന്നെ ഒരു ഘട്ടം CNG ഉള്ളൂ. തൊട്ടപ്പുറത്ത് നമ്മുടെ വൈറ്റിലെത്തണ മുമ്പ് തന്നെ ഒരു CNG പമ്പുണ്ട്, അവിടെ നിന്ന് അടിക്കാം നമുക്ക്. 131 കിലോമീറ്റർ ആണ് ആകെ ഓടിയേക്കണത്. നമ്മ ഇന്ന് രാവിലെ അടിച്ച CNG ആണത്. 131 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മ ഇന്നത്തെ ദിവസം കേട്ടോ. ഇന്ന് അടിപൊളി ദിവസമായിരുന്നു. അയ്യോ ചറപറ ഓട്ടം. നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കണേ മുമ്പ് പോയിട്ട് CNG അടിക്കാട്ടോ. ഗൈസ് 133 അടിച്ചിട്ടാ. 628 രൂപക്ക് ഇപ്പം CNG അടിച്ച് ഫുള്ളാക്കിട്ടാ. ഇനി നമുക്ക് ട്രിപ്പ് ഇട്ട് വെച്ചേക്കാം. 133 കിലോമീറ്റർ നമ്മൾ ഓടിക്കഴിഞ്ഞിട്ടാ. ഓക്കെ, എൻ്റെ വണ്ടിക്ക് കിട്ടണ മൈലേജാണ് നിങ്ങൾ ഇപ്പം കണ്ടത്. 610 രൂപക്ക് എന്താണ് രാവിലെ അടിച്ചത്. ഇപ്പം 630 രൂപ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എയർ അടിക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കാണാനുള്ള കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് അവരവരായിട്ട് തന്നെ അടിക്കണേണ്. പിന്നെ തിരക്കായി ഇവിടെ. നമുക്കൊരു പണി ചെയ്യാം, എയർ നമുക്ക് അപ്പുറത്തെ പമ്പിൽ എവിടെയെങ്കിലും പോയി ചെക്ക് ചെയ്യാട്ടോ. ഇപ്പം സമയം 6:12 ആയിട്ടാ. 8 മണിക്ക് ഇനി 1.25 മണിക്കൂറും കൂടി ഉണ്ട്. 1.25 മണിക്കൂർ. 1.25 മണിക്കൂറും കൂടി നമ്മൾ ഓടുകയാണ് ഗൈസ്. നമ്മുടെ തമ്മനത്തുള്ള പമ്പിൽ വന്നിട്ടാ. കാരണം എയർ ഒന്ന് ചെക്ക് ചെയ്യണം. കുറച്ച് ദിവസമായിട്ട് ചെറിയ ചെക്ക് ചെയ്തിട്ടുള്ള ഒന്ന് ക്ലിയർ ആക്കി ഇട്ടേക്കട്ടെ, അല്ലെങ്കിൽ വല്ല പഞ്ചറും കിട്ടിയ പണി കിട്ടും. അയ്യോ തലവേദന എടുക്കണ്. ഇത്ര നേരം നമ്മ AC ഒക്കെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പേ ആകെ ഒരു ഇടങ്ങേറെടുക്കും. ഞാൻ പിന്നെ ഇടക്ക് AC ഓഫ് ആക്കോടാ. ഇപ്പം അതേ ലൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടാ. ഞാനിപ്പോൾ കടവന്ത്ര സൈഡാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഞാൻ പതുക്കെ വീട്ടിലോട്ട് കയറിയാലാന്ന് ആലോചിക്കണേ. കാരണം ഇനി എടപ്പള്ളി ഭാഗത്തോട്ട് ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ആയിരിക്കും. തൃപ്പൂണിത്തറയിലേക്ക് ട്രിപ്പ് അടിച്ചാൽ നല്ല ബ്ലോക്ക് ആയിരിക്കും. സോ വെറുതെ ഗ്യാസ് ഈ സമയം വെറുതെ ശോക സമയമാണ്, നല്ല ബ്ലോക്കുള്ള സമയമാണ്. അതുകൊണ്ട് വണ്ടീനോട് ഞാൻ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പതുക്കെ വിട്ടോ, വീടിൻ്റെ ലൊക്കേഷനിലേക്കുള്ള വല്ല ട്രിപ്പ് ഉണ്ടെങ്കിൽ എടുക്കുക എന്നുള്ള രീതിയിൽ വണ്ടി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇപ്പം സമയം 6:45 ഞാൻ നൈസായിട്ട് വീട്ടിലോട്ട് പിടിക്കണതാണ്. കാരണം നമ്മുടെ ഫാരിഷില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൊരു വണ്ടി നോക്കി പോയിട്ടുണ്ടായിരുന്നു, ടാക്സി വണ്ടി. അപ്പോൾ അവനൊരു വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്കൊരു ട്രിപ്പ് വന്ന് ഗൈസ്, തൃപ്പൂണിത്തറയിലേക്കാണ്. തൃപ്പൂണിത്തറ ഒടുക്കത്തെ ബ്ലോക്കും ആയിരിക്കും. 190 രൂപയാണ് കാണിക്കുന്നത്. ഒയ്യോ CNG വെറുതെ കത്തിപ്പോവും. സോ ഞാനിപ്പോൾ ആ ട്രിപ്പ് എടുക്കണില്ല. പറഞ്ഞു വന്നത് നമ്മുടെ ചങ്ങായി ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. അവനൊരു വണ്ടി ലീസിനെന്തോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നോട് ഒന്ന് വരാൻ പറഞ്ഞ് വണ്ടി ഒന്ന് നോക്കാൻ വേണ്ടി. നമുക്കൊന്ന് പോയി നോക്കാട്ടോ വണ്ടി. ഇവിടെ ഇത് മറ്റേ പാണമ്പള്ളി നഗറിൽ നിന്ന് തേവരയിലേക്ക് കയറുന്ന ചെറിയൊരു വഴിയാണ്ട. ഈ വഴിയിൽ എപ്പോഴും ബ്ലോക്കായിരിക്കും. അത് റെയിൽവേ ക്രോസ് ഉണ്ട് ഇവിടെ, അതിൻ്റെ ബ്ലോക്കാണ് കാണുന്നത്. അതുമാത്രമല്ല ഒരു ഇടുങ്ങിയ വഴിയാണിത്. ഇടുങ്ങിയ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്. കണ്ടോ, ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പുള്ളൂ. ഇത് പിന്നെ ട്രിപ്പ് അടിച്ച് ഗൈസ്. കാക്കനാടാണ്, കാക്കനാട് ഗൈസ്. ഞാൻ ഇനി ട്രിപ്പ് എടുക്കാനുള്ള ഗൈസ്. ഞാനിപ്പോൾ ഓഫ്ലൈൻ ആക്കാൻ വേണ്ടി പോണേണ്. ഗേറ്റ് അടച്ചേക്കണ ടൈമാണെന്നുണ്ടെങ്കിൽ നമ്മിപ്പോൾ ആ ഇടവഴി കിടക്കേണ്ടി വന്നാണ്. എന്തോ ഭാഗ്യം തീവണ്ടി ഇപ്പോൾ പോകേണ്ട സമയമല്ലെന്ന് തോന്നുന്നു. അവൻ എത്ര രൂപക്കാ ലീസിന് എടുത്തതെന്ന് അറിയില്ല. ഇപ്പം അവൻ ഇപ്പൊ വിളിച്ചിട്ട് എടാ വണ്ടി ഇവിടെ ഉണ്ട്, വെസ്റ്റ് ഒന്ന് വന്ന് നോക്കെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഊബറിൽ അറ്റാച്ച് ചെയ്യണ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ ഒന്ന് ഊബറിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ട്. സോ
അവൻ്റെ അടുത്തേക്ക് പോയിട്ട് വണ്ടിയുടെ കണ്ടീഷനൊക്കെ നമുക്ക് നോക്കാട്ടോ ഒന്ന്. എവിടെ എത്തിയടാ? പാലം കഴിഞ്ഞല്ലേ? ആ ഓക്കെ. ഞാൻ ഇവിടെ നിങ്ങൾ നേരെ പോരി, അപ്പൊ കാണാം. ഓക്കെ. ആ പാർക്കിംഗ് ഇട്ട് വന്നുണ്ടല്ലേ? ഞാൻ പാർക്കിംഗ് ഇട്ട് നിക്കണ്ടേ ഇവിടെ? ആ നോക്കിയേ ഗൈസ്, അവൻ എത്തിയിട്ടാ. ഇതാണ് വണ്ടി, കാണിച്ചു തരാട്ടാ. ഇതാണ്ട വണ്ടി. ഞാൻ നാളെ രാവിലെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം, കാരണം സീനാണ്. ക്ലിയർ അല്ല, നമ്മ ഐഫോണിൽ എടുക്കണോണ്ട് അത്ര ക്ലിയർ അല്ല ഗൈസ്. വണ്ടി എന്തായാലും അത്യാവശ്യം കിലോമീറ്റർ ഒക്കെ ഓടിയേക്കണ വണ്ടിയാണ്. ലീസിനാണ് എടുത്തേക്കണത്. 6 മാസത്തേക്ക് ലീസിനാണ് അവൻ എടുത്തേക്കണത്. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നാളെ കാണിച്ചു തരട്ടെ ഗൈസ്, കാരണം ഇവിടെ ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണൂല. എന്തായാലും ലീസിനും ടാക്സി വണ്ടികൾ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ കൊച്ചിയിൽ. കണ്ടോ? അപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടീന് കുഴപ്പമില്ല. നാളെ രാവിലെ ഞാൻ കാണിച്ചു തരട്ടെ ഗൈസ്. അങ്ങനെ ഫാരിഷും ഓൺലൈൻ ടാക്സി ഡ്രൈവറായി മാറിയിരിക്കുന്നു. ഗൈസ്, ഞാൻ വണ്ടി കൊണ്ടുവന്ന് കയറ്റിയിടാം. നമ്മുടെ പാർക്കിങ്ങിൽ കയറ്റി. ഫുള്ള് ഇരുട്ടാണ് ഇവിടെ. ഇപ്പോൾ സമയം 8:15 രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാണ്. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ 2400 രൂപ ഓടിയിട്ടാ. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. നമ്മുടെ വണ്ടി സെറ്റായിട്ട് കിടക്കണുണ്ട്. വണ്ടീനെ ഞാൻ കൊണ്ട് കഴുകിയായിരുന്നു ഇന്നലെ, അതുകൊണ്ടാണ് നീറ്റായിട്ടിരിക്കണം കേട്ടോ. സെറ്റാണ് എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഓട്ടം വന്നിട്ടാ. ഞാൻ പിന്നെ അതെല്ലാം ക്യാൻസലാക്കി. പിന്നെ അവൻ വിളിച്ചപ്പോൾ അങ്ങോട്ടേക്ക് പോയി അവൻ്റെ വണ്ടിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്ടാ. എന്തായാലും പരിപാടി കഴിഞ്ഞ്. അപ്പോൾ മച്ചാൻ വരെ ഇനി ഞാൻ വലിച്ചു നീട്ടി കൊളോക്കളാടാ. അത് അപ്പുറത്ത് ഒരു ടാക്സി വണ്ടി കിടക്കുന്നുണ്ട്. തല കറങ്ങിപ്പോയി. കുറേ നേരം വണ്ടിയിൽ ഓടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമ്പോഴേ നമുക്ക് വട്ട് പിടിക്കും. ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടാ. വീടെത്തി ഓവർ. മറ്റവൻ കിടക്കണം നോക്കി. ഇവനാ ഞാൻ പുതപ്പിച്ചിട്ടാ. നമ്മൾ വാഗ്നറിന് വേണ്ടി മേടിച്ച ഇതാണ്. അത് വെച്ച് ഇവനെ ഞാൻ പുതപ്പിച്ച്. അല്ലെങ്കിൽ മഴ വന്നേ അലമ്പായി പോകും. ഇവനെൻ്റെ ഉള്ളിൽ സുഖത്തിന് കിടക്കണേ. അടുത്ത വീഡിയോയിൽ കാണാട്ടാ. ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ.